നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേക്ക് മാസ്റ്റർ ടീം എത്തി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം രാവിലെ കുളിമുറി ഉപയോഗിക്കുന്ന കുളിമുറിയിൽ അവിടെ ഒരു തേങ്ങയൊക്കെ വാരി കൂട്ടിരുന്ന വരിച്ച കിട്ടുന്ന സ്ഥലത്തൊക്കെ വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു അതിഥിയെ കണ്ടു നമ്മൾ വിളിക്കുകയുണ്ടായി. നമസ്കാരം. പേര് എന്താ മോളെ? നമസ്തേ. എന്താ മോളിൻ്റെ പേര്? മോൻ്റെ പേരെന്താ? അഭിരാം. അടിപൊളി പേരാണല്ലോ. നമസ്തേ. നമസ്തേ. എന്തൊരു സ്റ്റീൽ ബോഡി കാണിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിരിക്കുന്നു. ഇതിനകത്ത് തന്നെ കണ്ടത്. അതിനുശേഷം നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടില്ല? ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ സമയങ്ങളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട നാട് ഇവിടെ നിന്ന് എന്ത് ചൂടെന്ന് നോക്കി നമുക്ക് നല്ല വേർക്കുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ അതിഥികളുടെ അവസ്ഥ ആലോചിക്കുക. പന്നിയും മാനയും കടുവയും പുലിയും ഒക്കെ പുറത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ കണ്ട അതിഥി ആരാ? അദ്ദേഹം പുറപ്പെട്ട് വരുന്നുണ്ട്, മോർക്കനാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ സമയം കളയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് പുറത്ത് ബാത്റൂം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കുളിക്കാനായിട്ട് ഉള്ള സാധനം വരുന്നത്. അപ്പോൾ അവരെന്തായാലും ഈ വേസ്റ്റൊക്കെ വരി കൂട്ടും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് മാറ്റുന്നതിനിടയിലാണ് ഇതിനകത്ത് കണ്ടത്. അപ്പോൾ 5-6 തേങ്ങ അടപ്പുണ്ട്. ഇതിനകത്ത് നിന്ന് വെള്ളം വെളിയിൽ പോകാനുള്ള ഹോളെല്ലാം അടച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പം അടച്ചേ ഉള്ളൂ. നേരത്തെ ഉള്ളൂ. വെളിയിൽ അടച്ചു അല്ലേ? അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. അറിയാമല്ലോ, നമുക്ക് പാമ്പുകൾ അത്ഭുതമൊന്നുമല്ല, എല്ലായിടത്തും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ പാമ്പുകടിയുടെ എണ്ണം കൂടിയപ്പോൾ ആളുകൾക്ക് ഭയമായിട്ട് ആൾക്കാരിങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വയറ് കണ്ട എലി എന്തോ പിടിച്ച് അങ്ങനെ വയറ് വീർത്ത് ഇരുന്നിട്ട് പക്ഷെ അങ്ങനെ എൻ്റെ മുകളിൽ പതുങ്ങി ഇരിപ്പുണ്ട്. അടിപൊളി. അത്ര വലിയ ആളൊന്നുമല്ല, ഒരു കുഞ്ഞൻ. എന്നാൽ തീരെ കുഞ്ഞുമല്ല, ഏകദേശം ഒരു വയസ്സിന് മേളിൽ പ്രായം വരുന്ന ഒരു മൂർഖനാൾ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അദ്ദേഹത്തിന് കയറി വന്ന വഴി തപ്പിപ്പോകാതിരിക്കും തോന്നുന്നു. എന്താ ഇത് തീരെ ചെറുതല്ല, വലുതാണ്. ഫീമെയിൽ കണ്ടോ? ഫീമെയിൽ നമ്മളെപ്പോഴും പറയുന്ന ഫീമെയിൽ ഇതാണ്ടോ. ഫീമെയിൽ മെയിലും അറിയാൻ വേണ്ടി ഒരു പാമ്പ് കൊടുത്തക്കാരന് MBBS ഒന്നും പാസ്സാവേണ്ട കാര്യമൊന്നുമില്ല. പാമ്പിനെ പിടിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് പിടിക്കുന്ന അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതാണ്ട് വയറിങ്ങനെ പരന്നിരിക്കുന്നത് ഫീമെയിൽ. അതിൻ്റെ പ്രത്യേകത വാലിന് നീളക്കുറവ് ഫീമെയിൽ. അതിൻ്റെ പ്രത്യേകത തല ഇങ്ങനെ ചെറിയ തലയായിട്ടിരിക്കുന്നതും ഫീമെയിൽ. അതിലൊരു പ്രത്യേകതയാണ്. കണ്ടോ? തല ചുണ്ട് കൂർത്തിരിക്കുന്നതെല്ലാം ഫീമെയിൽ. അതിലൊരു പ്രത്യേകതയാണ്. കണ്ടോ? നമുക്ക് കാണാം. ഇവിടെ അത്ര വലുതൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് വലിയ മൂർഖനെല്ലാം നമുക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ വയറ്റിൽ എലിക്കുഞ്ഞാണോ തവളയാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും നല്ല ഉദ്ദേശം 2 വയസ്സോളം പ്രായം വരുന്ന ഒരു ഫീമെയിൽ അതിഥി. ഉദ്ദേശം 2 വയസ്സിന് താഴെ മാത്രം പ്രായം വരുന്ന ഒരു കുഞ്ഞൻ അതിഥിയാണ്, ഫീമെയിലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ഒരുപാട് അതിഥികളെ ഇനിയും കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. ചൂട് വളരെ കൂടുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കുകയാണ്. നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് ഇതിനെ ബോട്ടിലാക്കിയതിന് ശേഷം 2 കാര്യങ്ങൾ പറയണ്ട. ഇപ്പോൾ അടുത്ത ഒരു എമർജൻസി വന്നിരിക്കുന്നത് പള്ളിപ്പുറം CRP ക്യാമ്പിന് അടുത്തുള്ളൊരു വീട്ടിൽ ചെറിയ ഒരു അതിഥി ഷൂവിനകത്ത്, അവരുടെ ഷൂറാക്കിനകത്ത് ഷൂവിനകത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. എന്നാലും നമ്മൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. അദ്ദേഹം കഴിച്ച സാധനം കുപ്പിയിലേക്ക് കക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. നമ്മൾ ഇനി ഒരുപാട് ഷൂവിനകത്ത് ഒരു അതിഥി ഇരിക്കുന്ന നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി യാത്രയാവുന്നു. ബാത്റൂമിനകത്തിരുന്ന അതിഥി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ല പള്ളിപ്പുറം CRP ക്യാമ്പ്. എനിക്ക് ഒരുപാട് വ്യത്യസ്തന അതിൽ അണലിയെ മെഴുകിയ മുറുക്കിനെയൊക്കെ എനിക്ക് സമ്മാനിച്ചൊരു ഏരിയയാണ്. ഇപ്പോൾ CRPയിലുണ്ടായിരുന്ന സാറിൻ്റെ വീട്ടിൽ അദ്ദേഹം ഷൂ വെച്ചിരുന്ന ഷൂവിനകത്ത് ഒരു അതിഥി കടന്നിരിക്കുമ്പോൾ അദ്ദേഹം വിളിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് നല്ല ലക്ഷണം. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല മഴയുടെ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന്.
നമുക്ക് നോക്കാം. നമ്മുടെ കുഞ്ഞനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അവർക്കറിയാം അത് നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണുന്ന ആളെന്നാണ് പുള്ളി പറഞ്ഞത്. നമസ്കാരം സാറേ, സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? സുഖം. ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ CRPയിലുണ്ടോ? ഏത് വർഷത്തിൽ ഇറങ്ങി? 2020 ഇറങ്ങി. ഓ, ഹലോ, എന്താ പേര്? അതിരത്ത്. അടിപൊളി. എന്താ പേര്? ശ്രീ ഹള്ളി. ഹള്ളി. ആ, എന്താ മോളെ പേര്? ഹരിപ്രിയ. ഇവിടെ ബാക്കിൽ വേണം. നമസ്തേ. ഹലോ, സുഖമാണല്ലോ? ആ, നല്ല വിശേഷം. ചോറൊക്കെ ഉണ്ടോ? അടിപൊളി. സാറേ എവിടെ കണ്ടെന്ന് പറഞ്ഞേനെ? ഷൂവിനകത്തോ? പോയിട്ടില്ല. ഇതിനകത്തുണ്ട്. ഞാൻ എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുന്നുണ്ട്, ഷൂ ഒക്കെ സ്റ്റാൻഡൊക്കെ കുറച്ച് ഹൈറ്റ്. പണ്ടൊക്കെ നമ്മൾ സ്റ്റാൻഡിൽ വെക്കാൻ പറയും, പക്ഷെ അപ്പോഴൊക്കെ ഞാൻ താഴെ പറയുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഹൈറ്റ് ചെയ്ത് ഏകദേശം ഒരു ഹിപ്പിൻ്റെ ഹൈറ്റ് ചെയ്ത് ഷൂ വെക്കണമെന്ന് എപ്പോഴും പറഞ്ഞു. കാരണം ഇപ്പോൾ എല്ലാം ഇടഞ്ഞു കയറുന്നൊരു സാഹചര്യമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സാറ് കണ്ടു, അത് പോയിട്ടില്ല. അതിലുപരി എനിക്ക് നമുക്ക് വന്നൊരു ഭാഗ്യമൊന്നും നഷ്ടപ്പെട്ടു. കണ്ടോ, 2 ഓർഡറുമായിട്ടൊരു അതിഥിയെ ഇതാണ്ടോ കിട്ടി. 2 ഓർഡറായിരുന്നു. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ഭാഗ്യമില്ലാതെ പോയി. നമുക്കത് സേഫ്റ്റി ഓഫീസറാണ്, അദ്ദേഹം അവിടുത്തെ സേഫ്റ്റി ഓഫീസറായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനെ സ്വമേധയാ ചൂലൊക്കെ വെച്ച് അതിനെ എടുത്ത് അടുത്ത പറമ്പിലേക്ക് ഇട്ടു. പക്ഷേ ഇത് 2 ഓടലായിരുന്നു. നമുക്ക് 2 ഓടലെന്ന് പറയാമല്ലോ. നമുക്ക് ഒരുപാട് 2 തലകൾ അത് നമ്മൾ പ്രേക്ഷകരിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വാട്ടർ സ്നേക്കിനെ, നീർക്കോലിയെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഇതുണ്ടോ, ഇത് മൂവരയും ചുരുട്ടാന്നറിയപ്പെടുന്ന റസൽസ് കുക്കറി സ്നേക്ക്. റസൽസ് എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ പറയും പേടിച്ചു, അനലിയാണെന്നല്ല. ഇത് നോൺ വെനമസായ ഒരു മൂവരയും ചുരുട്ട എന്നറിയപ്പെടുന്നത്. കണ്ടോ, ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയും കൂടെ ഉണ്ട്. ഞാൻ അദ്ദേഹം അത് കറക്റ്റ് ചെയ്ത് അയച്ചൊരു വേറൊരു ഫോട്ടോ ഉണ്ടോ? 2 ഫോട്ടോ ഉണ്ടല്ലോ ഓടൽ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് മടങ്ങി. അല്ല, 2 ഓടലാണ്. നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ഈ ആലപ്പുഴയിൽ ഓച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ഷേത്രത്തിൽ നിന്ന് നടുവിൽ കൂടെ ഇങ്ങനെ കൈ ഇട്ടിരിക്കുന്ന, കൈ ഇങ്ങനെ വളർന്നു വരുന്ന പശുവിനെയും കാളയൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നത് കാണിക്കയ്ക്ക് വേണ്ടി. അതുപോലെ എൻ്റെ കഴുത്തിനിടുന്നൊരു, എനിക്ക് 2-3 വലിപ്പം അറിയില്ല, 2-3 ഇഞ്ച് മാറിയിട്ട് ഒരു ഓടൽ കൂടി. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് എല്ലാ അതിഥികളും ഇപ്പോൾ മൂർഖനെയൊക്കെ ഒരുപാട് ഇങ്ങനെ പരിചയപ്പെട്ട് പോകുമ്പോൾ വ്യത്യസ്ത അതിഥികളെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഷൂവിനകത്താണ്, നമുക്കറിയാലോ. ഇപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഗ്രാമിൽ തന്നെ ഇതിനകത്തൊക്കെ അതിഥികളിരിക്കുന്ന നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതും അപകടമാണ്. ഇതിനകത്ത് നമ്മൾ അറിയത്തില്ല. ഇതും സൂക്ഷിക്കണം. ഇതൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഒന്നിൽ കുത്തനെ വെക്കാം, താഴെ വെക്കുന്നുണ്ടെങ്കിൽ കുത്തനെ വെക്കാം, അപകടം ഉണ്ടാകുന്നില്ല. ഇത് പക്ഷേ കുത്തനെ വെച്ചിട്ടും കാര്യമില്ല. ഇവിടെയൊക്കെ ഇരിക്കും. ഇങ്ങനെ കുത്തനെ വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഹൈറ്റ് ഇത്രയും കൂടെ ഹൈറ്റ് താഴേന്ന് കണക്കില്ല. ഇപ്പോൾ ഇവിടെ വന്ന അവസാനം ഇതിൽ കയറിയിട്ട് അവൻ ഇവിടെ കയറാൻ കുഞ്ഞു പാമ്പുകൾക്ക് ഈസിയായിട്ട് കയറാൻ പറ്റും. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഇടയ്ക്ക് ഒരെണ്ണേ ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയില്ലെങ്കിൽ ഇതിനകത്തൊക്കെ അതികളിരിക്കും. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മൂർഖൻ അതികളുടെ മുട്ട വിരിയുന്ന സമയമാണ്. മുട്ട വിരിയും തീരാറാവുന്നു. അപ്പോൾ ഇവർ ഒരുപാട് സഞ്ചരിച്ച് പോകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഷൂ ഒക്കെ എടുത്തിടുമ്പോൾ ഒരിക്കലും ഒന്നേ ഉള്ളെന്ന് വിചാരിക്കരുത്. എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. 2 അപ്പോൾ അതിനകത്ത് അവിടെ കാണാം. അതുകൊണ്ട് അതിനകത്ത് ചീറ്റുന്നുണ്ട്. അതിനകത്തുണ്ട്. ഇതിനകത്ത് ഞാൻ പക്ഷേ ബാക്കിയുള്ള ഷൂകൾ ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ ഇപ്പോൾ കുഞ്ഞു കഴിഞ്ഞവർക്ക് ഇതെങ്ങനെയൊക്കെ ഇരിക്കാം. ഉണ്ടോ, ഇതിന് നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു പേപ്പർ നമ്മൾ രാവിലെ വരുന്ന പത്രം മടങ്ങിയാണ് കൊണ്ടുവരുന്നത്, അതിനകത്തിരിക്കുക. അപ്പോൾ നമ്മൾ അതേപടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇത് നോക്കും. ഇതിപ്പോൾ നമുക്ക് ഇതിപ്പോൾ ചെറുതല്ല. ഇപ്പോൾ നമ്മൾ ഇദ്ദേഹം ഒരു അനക്കം ഇല്ലാതെ ഇവിടെ ഇരുന്നാൽ നമ്മളറിയുമോ? അപ്പോൾ നമ്മൾ ചില ആൾക്കാർ ഷൂ എന്ന് എത്ര പറഞ്ഞാലും ഒരു ഷൂ തട്ടി നോക്കാറില്ല. അതേണ്ട, നമ്മൾ കാലിങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ബൈറ്റ് കിട്ടും. അപ്പോൾ ഇത് ചെറുതല്ല, ഇത് വലുതാണ്. ഞാൻ എണീക്കുകയാണ്. ഇത് കുഞ്ഞനല്ല, ഞാൻ ചെറിയ കുഞ്ഞെന്ന് വെച്ചാൽ അല്ല. കഴിഞ്ഞ വർഷത്തെ അറിയാമല്ലോ, കഴിഞ്ഞ വർഷത്തെ അതിഥി കണ്ടോ. ഇപ്പോൾ ഏകദേശം 1 വയസ്സിന് മേളിൽ പ്രായം വരുന്ന ഒരതിഥി. ഞാൻ കുഞ്ഞിനൊന്ന് ചെറുതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ വന്ന് ഇപ്പോൾ ഈ കയ്യിലെടുക്കുന്ന ആ ഷീറ്റിൽ കേട്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നിയത് അത് ചെറുതല്ലെന്നുള്ളത്. ചെറുതല്ല, ഇത് ഏകദേശം 1 വയസ്സിന് മേളിൽ പ്രായമുള്ള ആളാണ്. ഇതാ അടിപൊളി കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ഷൂ വലിയ ക്യാൻവാസൊക്കെ നമ്മൾ അറിയത്തില്ല, ഇങ്ങനെ ഇരിക്കും. ഇത് മൂടി ഇരുന്ന് അറിയത്തില്ല, പെട്ടെന്ന് ബൈറ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇത് കണ്ടോ, ഇനി അദ്ദേഹം പോകാൻ വേണ്ടി നോക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ ഈ ഷൂ ആണെങ്കിൽ പോലും ഇതിലൊക്കെ അടിച്ചാൽ പോലും ഇത് തുണി ഷൂ ആണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഷൂവിനകത്തിരുന്ന് നമ്മൾ ഷൂ കൊണ്ടിട്ടിരുന്നു. ബൈ ചാൻസിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല, കൃത്യമായിട്ട് നമുക്ക് കടി കിട്ടാൻ സാധ്യതയുള്ളൂ. കണ്ടോ, അടിപൊളി. നല്ല സൗണ്ട് നോക്കി, നല്ല മഴ, നല്ല ശക്തമായ മഴ തുടങ്ങിയിട്ടുണ്ട്. നല്ല തുള്ളി വെള്ളം വീഴുന്ന സൗണ്ട് തന്നെ ആക്കുമ്പോൾ അറിയാം നമുക്ക് പെരുമഴ വരുമെന്നുള്ളത്. അതൊക്കെ നല്ല സൗണ്ട്. എൻ്റെ ടിൻ ഷീറ്റിൽ വെള്ളം വീഴുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഈ മഴ ഇങ്ങനെ നിൽക്കും, നല്ല ശക്തിയായിട്ട് പോയതില്ല എങ്കിൽ ചെറുതായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് രാത്രി വെളുക്കുന്നവരെ നല്ല തിരക്ക്, നല്ല കൊള്ളാം. എന്ന് വെച്ചാൽ
അകത്തിരിക്കുന്ന അതികളൊക്കെ ചൂട് കാരണം ഇരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം വരും. അപ്പോൾ എല്ലാം പുറത്തേക്ക് വരും. പിന്നെ നല്ല മഴയാണെങ്കിലും വെള്ളം കുടിക്കാനായിട്ട് മാളത്തിരിക്കുന്ന എല്ലാവരും തല കൊണ്ട് വെളിയിൽ വയ്ക്കും. മാളത്തിനകത്തിരുന്നിട്ട് തല വെളിയിൽ വെച്ച് മേളിൽ നിന്ന് വീഴുന്ന വെള്ളം താഴെ വെച്ച് ഇങ്ങനെ ചപ്പിച്ച് കുടിക്കുന്ന നമുക്ക് കാണാം. ഇങ്ങനെ എന്താ വലിച്ച് കുടിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. തറയിൽ വീഴുന്ന മേളിൽ നിന്ന് വെള്ളം ബക്കറ്റിലൊന്നും വേണമെന്ന് നിർബന്ധമില്ല. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. പാമ്പ് കടി കൂടുന്നത് കൊണ്ട് വെള്ളം ഇനിയിപ്പോൾ നല്ല ശക്തമായിട്ട് 2 മഴ പെയ്യുന്നത് വരെ വെള്ളം വീടിൻ്റെ പരിസരത്തൊന്നും വെക്കാതിരിക്കുക. ഇവർക്ക് ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാതിരിക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഷൂ, ക്യാൻവാസ് ഇങ്ങനെ സാധനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വെക്കുക. സൈക്കിൾ ഒക്കെ വെക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ സൈക്കിളൊക്കെ ഡോറിനോട് ചേർത്തൊന്നും വെക്കാതിരിക്കുക, ജനലിനോട് ചേർത്ത് വെക്കാതിരിക്കുക. അത് ഹൈറ്റിലേക്ക് കയറിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതെല്ലാം നമ്മുടെ വീടിനകത്തേക്ക് അതിൽ കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, പാമ്പ് കടി ഇപ്പോഴല്ല നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത്, ചൂട് ഇപ്പോഴല്ല കൂടുതലുള്ളത്. പക്ഷേ നമ്മളൊക്കെ പാനിക്കാവുന്ന വാർത്തകളിൽ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ പറഞ്ഞ വാർത്തകളുണ്ടായിട്ട് നമ്മൾ അമ്മയും അപ്പനൊക്കെ ഭയപ്പെടുന്നത്. കുട്ടികൾ മരണപ്പെടുന്നത് ആദ്യമായിട്ടല്ല. എല്ലാ വർഷവും ഒരുപാട് കുട്ടികൾക്ക് പാമ്പടി കേൾക്കുന്നുണ്ട്, മരണം സംഭവിക്കുന്നുണ്ട്, ഒക്കെ നടക്കുന്നത്. പക്ഷേ ചില കേസിൽ മാത്രം വാർത്താ പ്രാധാന്യം വരുന്നത് കൊണ്ടാണ് ആളുകളൊക്കെ പാനിക്കാവുന്നതും ഭയപ്പെടുകയും ചെയ്യുന്നത്. ഒരു ടെൻഷനും വേണ്ട, ഭയം വേണ്ട, മുൻകരുതലാണ് ആവശ്യം. ഒരിക്കലും നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. പാമ്പ് നേർക്കുമ്പോൾ നമുക്കിത് ആദ്യമായിട്ടല്ല നമ്മുടെ നാട്ടിൽ പാമ്പുകൾ ഉണ്ടാകുന്നത്. ധാരാളം പാമ്പുകളുണ്ട്, അവർക്ക് വളരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ പാമ്പിനെ ഭയപ്പെടുന്നു, പാമ്പ് കടി കൂടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിച്ചിരുന്ന കാര്യമില്ല. അവ നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കുക, വരാനുള്ള വഴികൾ ബ്ലോക്ക് ചെയ്യുക. ഇപ്പോഴും ഞാൻ അടിവരായിട്ട് പറയുന്നു, സ്ഥിരം പാമ്പ് വരുന്നുണ്ട് ആദ്യം ഓസ് വെച്ച് വെള്ളം നനയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് ഡീസലോ മണ്ണെണ്ണയോ അവിടെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് പാമ്പുകളെ സഞ്ചരിക്കാത്തതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് എന്താ പറയുക നമ്മുടെ സ്വയം രക്ഷ നമുക്ക് നേടാൻ പറ്റുമെന്നുള്ള കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ പറമ്പുകൾ നമുക്ക് CRP ക്യാമ്പിന് അടുത്താണ്. അപ്പോൾ അവിടെയൊക്കെ എന്താ പറയുക, പാമ്പുകൾ ധാരാളം ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇനി അതികളെ കണ്ടാൽ തന്നെ പേടിക്കാതിരിക്കുക. അത് പറമ്പൊക്കെ പറമ്പിലേക്ക് പോട്ടെ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് പുള്ളിക്കാരനെ പേടിയില്ല. പുള്ളി നമ്മുടെ വീഡിയോ കാണുന്നതാണ്, പുള്ളി സ്ഥിരം നമ്മുടെ ഫോളോവറാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്ക് പാമ്പിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്നതാണ് മനസ്സിലായി. പിന്നെ അതുകൊണ്ട് എന്താ പറയുക, അവർ കണ്ടപ്പോൾ തന്നെ അതിനെ അനക്കാതെ, ആരെയും വിളിച്ച് കൂട്ടാതെ അനക്കാതെ അവിടെ തന്നെ വെച്ചു. അതുകൊണ്ടാണ് അത് അവിടെ ഇരുന്നില്ല. ഇപ്പോൾ ആളൊക്കെ വന്നെങ്കിൽ അതിപ്പോൾ രാജ്യം വിട്ട് മറ്റൊരു പറമ്പിലേക്ക് പോയേനെ. അപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. ഏകദേശം 1 വയസ്സ് കഴിഞ്ഞ സീസണിൽ വളർന്ന അതിഥിയാണ്. എന്നാൽ ഒരാളിനെ കൊല്ലാനുള്ള ആ സാധനമൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡിലുണ്ട്. കുഞ്ഞാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണാതിരിക്കുക. നിസ്സാരമൊന്നുമല്ല. പല ആൾക്കാരും എന്താ പറയുക, ഭയപ്പെട്ടിട്ടാണ് പാമ്പടിയിട്ട് മരണപ്പെടുന്നത്. ചേരയുടെ കടിയേറ്റിട്ട് ഇന്നലെ ആൻറ്റിവനം കൊടുത്ത സംഭവം നമ്മൾ വഴുതക്കാട് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫസ്റ്റ് ഇടഞ്ച് പാനിക്കാവാതിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക. നമ്മൾ സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക, ബ്ലേഡ് വെച്ചത്തി വെച്ച് മുറിവുണ്ടാക്കാതിരിക്കുക, കയറോ റോപ്പ് വെച്ച് കെട്ടാതിരിക്കുക, വൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോകാതിരിക്കുക. പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ആൻറ്റിവനം ചെയ്യാൻ കഴിയുള്ള ഹോസ്പിറ്റൽ. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് ഇവിടേക്കുള്ളവർക്ക് ഏറ്റവും അനിവാര്യം എന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ആശ്രയമുള്ളത്. അവിടെ ചെന്നാൽ തന്നെ അവർക്ക് ഉടനെ ഒന്ന് ആൻറ്റിവനം കൊടുക്കാൻ കഴിയും. ഒന്നീ സിംറ്റംസ് കാണിക്കണം, അല്ലെങ്കിൽ ബ്ലഡ് പരിശോധനയിൽ രക്തപരിശോധനയിൽ വെനമുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ മെഡിസിൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരുപാട് നൂലാമാലകൾ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഡോക്ടർ എൻ്റെ കൊച്ചിനെ പാമ്പ് കടിച്ചു, നിങ്ങൾ ഉടനെ മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് വെള്ളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ബ്ലഡ് റിസൾട്ട് വന്നാൽ മാത്രമേ അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറിന് അറിയാൻ പറ്റും കുട്ടിയുടെ സിംറ്റംസ്. ചെല്ലുമ്പോൾ തന്നെ സിംറ്റംസ് അവിടെ നിന്ന് നീര് വയ്ക്കും, നീര് പൊട്ടി ഒലിക്കും, മുറിവിൽ കൂടി ബ്ലഡ് ഒലിക്കും. ഇങ്ങനെ കണ്ട ഡോക്ടർമാർ അറിയാം കടി കിട്ടിയ കോബ്രയാണല്ലോ വൈപ്പറാണെന്ന് അറിയാൻ പറ്റുന്ന ഡോക്ടർമാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ആൻറ്റിവനം സ്റ്റാർട്ട് ചെയ്യാൻ 10 വയൽ ആൻറ്റിവനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ പരമാവധി കൂടെ പോകുന്ന ആൾക്കാർ ബഹളം വെക്കാതിരിക്കുക, അവിടെ സൈലൻ്റ് ആയിരിക്കുക. പരമാവധിയുള്ള ആൾക്കാർ ചെന്നിട്ട് കടിച്ചപ്പോൾ അവനെ തേടി നടക്കരുത്. ഇതെല്ലാം ശുദ്ധ മണ്ടത്തരങ്ങളാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പോൾ 2 ദിവസം മുന്നേ എനിക്കൊരു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തൊരു ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. പാമ്പ് കടിച്ചു, ആൾ ഹോസ്പിറ്റലായിരുന്നു, 5 ദിവസം ഹോസ്പിറ്റലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ തേടിയപ്പോൾ സമയത്ത് കിട്ടിയത് നീർക്കോലിയാണ് കിട്ടിയത്. തല്ലിക്കൊന്ന് എനിക്ക് ഫോട്ടോ അയച്ചു. കടിച്ചത് ഈ മുട്ടിനെ ഇവിടെ ഇങ്ങനെ കടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മൂർഖൻ പാമ്പ് പറയാം. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞാൽ അണലി എന്നാണ്. പക്ഷേ അണലിയല്ല, ഇങ്ങനെ അടിച്ച മൂർഖൻ പാമ്പിൻ്റെ ഒക്കെ ബൈറ്റായിരുന്നു ഇവിടെ ഈ മുട്ടിൻ്റെ ഇവിടെ കിടന്നത്. 7 ദിവസം അതേ ഹോസ്പിറ്റലുണ്ടായിരുന്നു, ശ്വാസം മുട്ടൊക്കെ ഹോസ്പിറ്റലായിരുന്നു, ICUലൊക്കെ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അതേ വന്നപ്പോൾ അവർ തേടിയ സമയത്ത് തൊട്ടടുത്ത് കടിച്ചിട്ടതിൻ്റെ അടുത്ത ദിവസം തേടിയപ്പോൾ കിട്ടിയ നീർക്കോലിയാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ ചിലപ്പോൾ കടി കിട്ടുമ്പോൾ നമ്മൾ മൂർഖനാണ് കടിച്ചത്, നമ്മൾ അവിടെ തേടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന നീർക്കോലിയാണ്. അപ്പോൾ നമ്മൾ നീർക്കോലിയല്ലേ കടിച്ചത്, കുഴപ്പമില്ല, അങ്ങനത്തെ മണ്ടത്തിലൊന്നും കാണിക്കാതിരിക്കുക. രക്തപരിശോധന ബ്ലഡ് റിസൾട്ട് വരുമ്പോൾ അറിയാൻ പറ്റും വെനമസ് ആണോ നോൺ വെനമസ് ആണോ ന്യൂറോടോക്സിക് ആണോ ഹീമോടോക്സിക് ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും, ആളിന് ജീവിതത്തിലേക്ക് കൊണ്ടുവരും. പക്ഷേ എന്തൊക്കെ വന്നിട്ട് ഒറ്റ മരുന്നേ ഉള്ളൂ, പോളിവാലൻറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അണലിക്ക് വരെ മൂർഖന് വരെ ശങ്കരന് വരെ എന്നൊരു മരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക്
ഭയമല്ല വേണ്ടത്, മുൻകരുതലാണ് വേണ്ടതെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. എന്താ പറയുക, സ്വയരക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. അതിലുപരി ഇന്നിപ്പോൾ ചെറിയ മഴയാണെങ്കിൽ ചിലപ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും താഴെ പായ് വിരിച്ച് കിടക്കാതിരിക്കണം, ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കാതിരിക്കണം, മെത്ത വിരിച്ച് കിടക്കാതിരിക്കണം. അതൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. കട്ടിലൊക്കെ ചുവരിനോട് ചേർത്തിടാതിരിക്കുക, അലമാര ചുവരിനോട് ചേർത്തിടാതിരിക്കുക. ഇങ്ങനെയൊക്കെ അപകടങ്ങളുണ്ടാവും. അതുപോലെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ജനൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ സൈക്കിള് ഇങ്ങനെ സാധനങ്ങളൊന്നും കൊണ്ടുവെക്കുക. ഇതിപ്പോൾ തുറക്കുന്ന ജനലല്ല, എന്നാൽ പോലും നമ്മൾ വെക്കാതിരിക്കുന്നതാണെന്നല്ല. കാരണം തുറക്കുന്നിരുന്നില്ല പോലും ചിലപ്പോൾ അബദ്ധവശം നമ്മൾ ഒരു ദിവസം തുറന്നിട്ട് ശ്രദ്ധിക്കാതിരുന്നാൽ ഇതുവഴിക്ക് അകത്ത് കയറിയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ഒരു മാറ്റം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. പുറത്തുനിന്ന് കൊണ്ടുവന്ന ഗ്യാസ് കുറ്റി നിർബന്ധമായിട്ട് പുറത്ത് വെച്ച് ചരിച്ച് നോക്കിയിട്ട് മാത്രമേ വീടിനകത്ത് കയറ്റാവൂ. കാരണം ഈ 3-4 ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഗ്യാസ് കുറ്റി ഉണ്ടെന്ന് ഗ്യാസ് കുറ്റി മറിച്ച് വെച്ച സമയത്ത് അതിൻ്റെ അടിയിൽ നിന്ന് ഫോറസ്റ്റ് ക്യാറ്റ് സ്നേക്ക്, അപകടകാരി അല്ലെങ്കിൽ പോലും ഫോറസ്റ്റ് ക്യാറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന ഒരു പാമ്പിനെ അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് തല്ലി കൊന്നിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ ഇതൊക്കെ പാമ്പ് നമ്മുടെ വീടിനകത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങളാണെന്നുള്ളത് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ബോട്ടിലാക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ CRPയിലുണ്ടായിരുന്ന നമ്മുടെ സാറിൻ്റെ വീട്ടിലെ അതിഥി നമ്മൾ ബോട്ടിലാക്കി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 2 യാത്ര, ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ബാത്റൂമിനകത്ത് തേങ്ങയിട്ടിൽ എലിയെ വിഴുങ്ങിയിരുന്ന 2 വയസ്സുള്ള പ്രായമുള്ള മോർക്കിന് അതിഥിയെയും നമ്മുടെ CRPയിലെ സാറിൻ്റെ വീട്ടിൽ ഷൂവിനകത്തിരുന്ന ഏകദേശം 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മോർക്കിന് അതിഥിയും പിടിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിലുപരി ഭയമല്ല വേണ്ടത്, മുൻകരുതലാണെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ യാത്രാവിശേഷം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 2 പേരുടെയും നന്ദി. നമസ്തേ.